ഈ കൊണ്ടാട്ടമുളക് വെറുതെ ഇങ്ങനെ വറുത്ത് കഴിക്കാൻ മാത്രമല്ല കേട്ടോ, ഇതുകൊണ്ട് നമുക്ക് നല്ല ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ ഇതേ കൊണ്ടാട്ടമുളക് ഉപയോഗിച്ച് എങ്ങനെയാണ് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ ആദ്യം ഒരു ചട്ടി എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ അതിലൊഴിച്ച് ഒന്ന് ചൂടായി വന്നപ്പോൾ ഇതേ കൊണ്ടാട്ടമുളക് അതിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് വേപ്പില, ചുവന്നുള്ളി, പുളി, ഉപ്പ് ഇത്രയാണ് വേണ്ടത്. പിന്നെ ഇതേ തേങ്ങ, കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ കൊണ്ടാട്ടമുളക് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ഇത് കൊണ്ടാട്ടമായിട്ട് ഉപയോഗിക്കാൻ ഫ്രൈ ചെയ്യില്ലേ, അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വേപ്പിലയും ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഇതൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വലിയിച്ചെടുക്കണം. തേങ്ങയുടെ വെള്ളം ഒന്ന് വലിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് കുറച്ച് നേരം നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ചൂടാറി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് പുളിയും കൂടി ചേർത്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ അമ്മിക്കല്ലിലോ വെച്ച് നമുക്ക് അരച്ചെടുക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ്. അപ്പം തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും